അമ്മ എന്ത് അമ്മ എന്ന് വിളിച്ചത്? ഞാൻ ചുമ്മാ വിളിച്ചത്. എനിക്ക് ഉമ്മ വിളിച്ചത് മനഃപൂർവ്വം സോപ്പിട്ട് വരികയാണല്ലേ? പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ടത്തെ സ്നേഹം പ്യുവർ സ്നേഹമായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പൊ എന്തല്ലാന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമമുണ്ടാ? അമ്മനെ സത്യമായിട്ട് സ്നേഹിക്കണ ഒരൊറ്റ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. കൂടുതൽ അഭിനയിക്കല്ലേ എൻ്റെ അടുത്ത്? തമാശ പറയല്ലേ? അപ്പൊ തമാശ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും നിർത്ത്. സീരിയസ് ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അമ്മ, നാളത്തെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റാണ് ഞാൻ പറയാൻ പോണത്. നാളെ ഫസ്റ്റ് 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് 2 സിനിമാറ്റിക് ഡാൻസിലുള്ള ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ് അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്കും ഡാൻസ് കളിക്കാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 5 പിള്ളേരുടെ പാട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്തോ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, ഭരതനാട്യം. അപ്പോൾ ആ കുട്ടിയുടെ ഡാൻസും ഉണ്ട്. പിന്നെ എല്ലാം കൂടി 2 മണിക്കൂർ, ഒരു അരമണിക്കൂർ ഫുഡ് ബ്രേക്ക്. പിന്നുള്ള ടൈം മൊത്തം ഒരു പ്രസംഗം ടൈപ്പ്, അതായത് ഇൻട്രാക്ഷൻ. എന്തുകൊണ്ടെങ്കിലും ചർച്ച ചെയ്യാം. എന്തോന്നാണ് ടിക്കറ്റ് ഷോ നടത്താൻ പാടില്ലെന്ന്? എന്തോന്നത് 2.5 മണിക്കൂർ പരിപാടി? എത്ര സംഭവം അങ്ങനെയുണ്ട്, പൊളിയല്ലേ? ആ ഒരു ഉത്സാഹവും പദ്ധതി അവതരിപ്പിക്കുന്ന ശൈലിയും ഉരുട്ടും പെരട്ടും എല്ലാം തനി ബാലേന്ദ്രൻ തമ്പിയാണ്. നിങ്ങളച്ഛനും ഇതുപോലെ തന്നെ കുട്ടിക്കാലത്തെ പദ്ധതി പ്രഭാകരൻ പിള്ള ആയിരുന്നു. പദ്ധതി പ്രഭാകരൻ പിള്ളേ? അവളുള്ള പേര് തുടങ്ങിയല്ല പിന്നെ എന്ത്? അത് വീട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. നീ ബാക്കി പറയാൻ നോക്ക്. പാടി അല്ലേ? അത് പോട്ടെ, എത്ര പിള്ളേരില്ലേ? 2.5 മണിക്കൂർ പരിപാടി. ഉണക്ക ചായയും സമൂസ. 2.5 3 മണിക്കൂർ പരിപാടി. 3 മണി. അപ്പൊ ഉണക്ക ചായയും സമൂസയാ? വേറെ ഒന്നുമില്ല? വേറെ ഫുഡ് വല്ലതും മേടിച്ചു കൊടുക്കണം, നല്ല ആയിക്ക് രുചിയുള്ളത്. പിന്നെ ഇപ്പൊ തന്നെ പെർ ഹെഡ് 10-30 രൂപ അടുത്ത് വരും. മൊത്തം അല്ലാണ്ട് 1200 രൂപയെങ്കിലും വരും. ആൾക്ക് 100 രൂപ എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 രൂപ. അല്ലേ തന്നെ കാശ് പോലും തരുന്നില്ല ഒന്നും ഫീസ്. ഉഷ ചേച്ചിന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാ? ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ ഇങ്ങനെ പൈസ ഒഴുകി വരില്ലേ? പിന്നെ എന്ത് പ്രശ്നം? എന്ത് പിന്നെ ഒഴുകി പോയിരിക്കും. ഞങ്ങൾ ഡാം കെട്ടി വെച്ചേക്കും. ആണാ? എപ്പോഴായിരുന്നു? നാളെ ഞാനും വന്നോട്ടെ പരിപാടിക്ക്. വന്നോ, ധൈര്യമായിട്ട് വന്നോ. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അവിടെ വന്നിട്ട് പിള്ളേർ മൊത്തം എന്നോട് ഭയങ്കര ക്ലോസ് ആണ്. അത് കണ്ടിട്ട് ഇവിടെ വന്ന് ഓരോ കഥ ഉണ്ടാക്കി പറയില്ല. അഡ്വാൻസ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് അഡ്വാൻസ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത്. നിനക്ക് മര്യാദക്ക് അവിടെ നിന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചാൽ പോരായിരുന്നാ? ഇവിടെ വന്ന് ഈ പിള്ളേരുടെ അടുത്ത് ഒന്ന് വിളമ്പിട്ട് നാണക്കേട് മേടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എപ്പോഴും അതെ പരിഹാസം കാശ് കൊടുത്ത് മേടിക്കാൻ നിൽക്കുക. അല്ലമ്മ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിശേഷങ്ങൾ മൊത്തം എൻ്റെ ഫ്രണ്ട്സ് അല്ല എൻ്റെ സഹോദരങ്ങളോട് അറിയിട്ടെന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമില്ലേ? തെറ്റാണോ അത്? അത് സഹോദരങ്ങൾക്ക് തോന്നണമല്ലോ. അമ്മ സത്യം പറഞ്ഞാണ്ടല്ലോ, ഇപ്പൊ അച്ഛൻ്റെ കഥകളൊന്നും കേൾക്കാനുള്ള കാരണം അച്ഛന് സമയമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ കഥാപ്രസംഗക്കാരൻ കേശവണ് അല്ലേ? ഞാനും അച്ഛനും ഒക്കെ വേറെ ലെവലാണ്. ഞങ്ങളെ നാട്ടുകാരോട് നേരിട്ട് സമ്മതിക്കുന്നവരാണ്. ഇപ്പൊ അച്ഛൻ സൈറ്റിലെ പാവപ്പെട്ട പണിക്കാരായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുക. പാവ അച്ഛായി അമ്മ നോക്കിയോ, ഞാൻ നല്ലൊരു നിലയിൽ എത്തിയിട്ട് അച്ഛനെ നല്ല രാജാവിനെ പോലെ വായിക്കും. അച്ഛൻ എങ്ങാനും ഇപ്പൊ ഇത് കേൾക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വിളി വിളിച്ചേനെ, മക്കളെ കേശവേ. അതെ, എന്ത് പിള്ളേർ റിഹേഴ്സലൊക്കെ എപ്പോഴാണ്? റിഹേഴ്സലൊക്കെ ഓരോ സ്ഥലത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട്. നന്നായിട്ട് നടക്കണ്ട. എടാ ഉഷേച്ചി പരിപാടി ചെയ്യുന്നുണ്ടാ? ഉച്ചേച്ചിയുടെ പരിപാടിയില്ല, പക്ഷെ ഞാൻ പരിപാടി ചെയ്യുന്നുണ്ട്. നീ എന്ത് ചെയ്യാൻ പോണ്? പിള്ളേരൊക്കെ ഭയങ്കര ബഹളം. സാറ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര നിർബന്ധം. എന്നിട്ട് നീ സമ്മതിച്ചാ? ഞാൻ ആ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ നിർബന്ധിച്ച എന്ത് ചെയ്യാൻ പോണെന്ന് പറ. എന്ത് ചെയ്യാൻ പോവാ? സോങ്, പാട്ട്. അമ്മ അല്ല കഴിക്കാൻ ഏത് സോങ് ആണ്? പാട്ടാ? പാടട്ടാ? പാടി കേൾപ്പിക്കാം. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടി തുഷാരഭാരം മാറിൽ ചാർത്തി പ്രഭാ കിരീടമുറങ്ങി. ചേട്ടാ